ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ: സഞ്ജു സാംസൺ. പ്രതിഭയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, എന്നാൽ സ്ഥിരതയുടെ കാര്യത്തിൽ ആരാധകരെ നിരന്തരം മുൾമുനയിൽ നിർത്തുന്ന മലയാളി താരം. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ സഞ്ജുവിന്റെ പ്രകടനം കേവലം ഒരു പരാജയമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയറിന് മേൽ വീണ കരിനിഴലാണ്. മൂന്നാം T20യിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി ഗോൾഡൻ ഡക്ക് എന്ന നാണക്കേടിലേക്ക് വീണ സഞ്ജുവിനെ കാത്തിരിക്കുന്നത് കരിയറിലെ ഏറ്റവും കഠിനമായ ദിനങ്ങളാണ്. ന്യൂസിലൻഡിനെതിരായ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമായിരുന്നു. ഗില്ലിനെ പോലൊരു മികച്ച താരത്തെ മാറ്റി നിർത്തി മാനേജ്മെന്റ് സഞ്ജുവിനെ ഓപ്പണിംഗ് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി ടീമിന് നൽകുന്ന വേഗത കണക്കിലെടുത്താണ്. എന്നാൽ ആദ്യ മത്സരത്തിലെ 10 റൺസും രണ്ടാം മത്സരത്തിലെ 6 റൺസും സഞ്ജുവിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. മൂന്നാം മത്സരത്തിൽ ഒരു വമ്പൻ ഇന്നിംഗ്സ് കരിയർ നിലനിർത്താൻ അനിവാര്യമായിരുന്നു. പക്ഷേ ഹെൻറിയുടെ പന്തിൽ പ്രതിരോധം പാളി. ക്ലീൻ ബൗൾഡ് ആയപ്പോൾ തകർന്നത് സഞ്ജുവിന്റെ ആത്മവിശ്വാസം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ കൂടിയാണ്. സഞ്ജുവിന്റെ പരാജയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 3 ഘടകങ്ങളാണ് മുന്നിൽ വരുന്നത്. ആദ്യത്തേത് അമിത സമ്മർദ്ദം. ഓരോ തവണ ക്രീസിൽ എത്തുമ്പോഴും ഇത് തന്റെ അവസാന അവസരമായിരിക്കുമോ എന്ന ഭയം സഞ്ജുവിനെ വേട്ടയാടുന്നുണ്ട്. ഈ സമ്മർദ്ദം സ്വാഭാവികമായ ബാറ്റിംഗ് ശൈലിയെ ബാധിക്കുന്നു. സഞ്ജുവിന്റെ ഏറ്റവും വലിയ കരുത്തും ബലഹീനതയും അദ്ദേഹത്തിന്റെ ഷോട്ട് സെലക്ഷനാണ്. ഏത് പന്തിനെയും സിക്സർ തൂക്കാൻ ശേഷിയുള്ള താരം മോശം പന്തുകൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. രണ്ടാമത്തേത് ഓപ്പണിംഗ് റോളിലെ പൊരുത്തക്കേട്. IPL-ൽ മിഡിൽ ഓർഡറിൽ തിളങ്ങുന്ന സഞ്ജുവിന് അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പണിംഗ് റോളിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ടൈമിംഗ് കണ്ടെത്താൻ പ്രയാസമുണ്ടാകുന്നു. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്ന 4ാമത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സഞ്ജുവിന് വലിയ തിരിച്ചടിയാണ്. രോഹിത് ശർമ്മയും KL രാഹുലും ഈ പട്ടികയിൽ ഉണ്ടെങ്കിലും അവർ ഇതിനോടകം തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞവരാണ്. എന്നാൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡെക്കും ടീമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങൾ കടുക്കുകയാണ്. അവസരങ്ങൾ നൽകിയിട്ടും ഫലം നൽകാത്ത താരമെന്ന ലേബൽ അദ്ദേഹത്തിന് മേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ എന്നിവർ രംഗത്തുള്ളപ്പോൾ സഞ്ജുവിന്റെ ഈ പരാജയം സെലക്ടർമാരുടെ ജോലി എളുപ്പമാക്കുന്നു. ഉയരുന്ന വെല്ലുവിളികളും നിരവധിയാണ്. സഞ്ജു പരാജയപ്പെടുമ്പോൾ മറുവശത്ത് ഇഷാൻ കിഷൻ തന്റെ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. ഒരിടം കയ്യൻ ബാറ്റർ എന്ന നിലയിലും മികച്ച വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഇഷാൻ ടീമിൽ കൂടുതൽ ബാലൻസ് നൽകുന്നു. അതുപോലെ തന്നെ സാങ്കേതികമായി ഏറെ മുന്നിലുള്ള ഗില്ലിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. ഗിൽ നൽകുന്ന സ്ഥിരത സഞ്ജുവിന് നൽകാൻ കഴിയുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിനെ ഒരു ബാക്കപ്പ് താരമായി പോലും പരിഗണിക്കാൻ മാനേജ്മെന്റ് മടിച്ചേക്കാം. സഞ്ജുവിനെ ടീമിൽ എടുക്കുന്നത് ഒരു റിസ്ക് ആണെന്ന് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇത്രയേറെ പരാജയങ്ങൾക്കിടയിലും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ആരാധകരുണ്ട്. അതിന് കാരണം സഞ്ജുവിന്റെ ബാറ്റിംഗിലെ സൗന്ദര്യമാണ്. അദ്ദേഹം ഫോമിലാകുമ്പോൾ ലോകത്തിലെ ഏത് ബൗളറെയും നിഷ്പ്രഭമാക്കാൻ സഞ്ജുവിന് സാധിക്കും. സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നത് അദ്ദേഹത്തിന് തുടർച്ചയായ അവസരങ്ങൾ ഒരേ ബാറ്റിംഗ് പൊസിഷനിൽ നൽകുന്നില്ല എന്നാണ്. ഇടയ്ക്കിടെ ടീമിൽ നിന്ന് പുറത്താകുന്നതും ബാറ്റിംഗ് ഓർഡർ മാറ്റുന്നതും താരത്തിന്റെ മാനസികാവസ്ഥയെ ബാധിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. സഞ്ജുവിന് മുന്നിലുള്ള അവസാന രക്ഷാമാർഗം വരാനിരിക്കുന്ന IPL സീസണാണ്. അവിടെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ വീണ്ടും തുറക്കുകയുള്ളൂ. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ലഭിച്ച സുവർണാവസരങ്ങൾ കളഞ്ഞുകുളിച്ചത് വലിയൊരു കറുത്ത പാടായി കരിയറിൽ അവശേഷിക്കും. സഞ്ജു പഠിക്കേണ്ട പാഠങ്ങളും നിരവധിയാണ്. ക്രിക്കറ്റ് ഒരു കഠിനമായ കളിയാണ്. ഇവിടെ പ്രതിഭയ്ക്കല്ല, പ്രകടനത്തിനാണ് വില. സഞ്ജു സാംസൺ എന്ന താരം തന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇഷാൻ കിഷനെ പോലുള്ള യുവതാരങ്ങൾ അവസരങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ ലഭിക്കുന്ന പന്തുകളെ ബഹുമാനിക്കാനും ഇന്നിംഗ്സ് പടുത്തുയർത്താനും സഞ്ജു പഠിക്കേണ്ടതുണ്ട്. അഗ്നിപരീക്ഷകളിൽ പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷെ വീണ്ടും വീണ്ടും ഓരോ തെറ്റുകൾ ആവർത്തിക്കുന്നത് ഒരു പ്രൊഫഷണൽ താരത്തിന് ചേർന്നതല്ല. സഞ്ജു സാംസൺ എന്ന പോരാളി തിരിച്ചു വരുമോ, അതോ ഇന്ത്യൻ ക്രിക്കറ്റിലെ അപൂർണമായ വിസ്മയമായി അദ്ദേഹം അവശേഷിക്കുമോ എന്നത് കാലം തെളിയിക്കും. മലയാളി ആരാധകർ ആഗ്രഹിക്കുന്നത് സഞ്ജുവിന്റെ ശക്തമായൊരു തിരിച്ചുവരവാണ്. എന്നാൽ അതിന് സഞ്ജു തന്റെ ബാറ്റിംഗ് ശൈലിയും സമീപനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും.